ഹലോ, നമുക്കൊന്ന് കോളേജ് വരെ പോയാലോ? ഞാനെപ്പോഴും 7 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ക്ലൈമറ്റാണ്. എൻ്റെ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സുഖം തോന്നിയിട്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. മഞ്ഞ് സമയമൊക്കെ ആണെങ്കിൽ ഒന്നും കാണില്ല, കോട അടിച്ചാണ് കിടക്കും. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ നിന്ന് ഈ സമയത്ത് അങ്ങനെ വലുതായിട്ട് ആരും വരാറില്ല, അതുകൊണ്ട് ബസ്സൊക്കെ കാലിയായിരിക്കും. പിന്നെ ഞാൻ ഓടിപ്പോയി ബസ്സിൽ കയറി. ആ സമയത്ത് അവിടെ ആരുണ്ടാവില്ല കേട്ടോ വലുതായിട്ട്. പിന്നെ ഞാൻ 5 രൂപ എസ് ടി കൊടുത്തിട്ട് വിൻഡോ സീറ്റിലേക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ടിട്ടാണ് ചങ്ങനാശ്ശേരി വരെ പോണത്. ഞാൻ എപ്പോഴും ഇരിക്കുന്ന സീറ്റുണ്ട് ഫ്രണ്ടിൽ, ഞാൻ അവിടെ മാത്രമേ ഇരിക്കുകയുള്ളൂ. അത് ഏത് ബസ്സിൽ കയറിയാലും എനിക്ക് അവിടെ ഇരിക്കണം. പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു ബസ്സിൽ കയറി, ആ ബസ്സിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കോളേജ് വന്ന് ഞങ്ങൾക്ക് യൂണിയൻ്റെ ആർട്സ് ഡേ ഉണ്ടായിരുന്നു, അതിൻ്റെയാണ് ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. പിന്നെ ഞാൻ കോളേജ് വന്ന കോളേജ് മൊത്തം കറങ്ങാൻ വേണ്ടി പോകും. അങ്ങനെ കറങ്ങി വെള്ളമെല്ലാം കുടിച്ച് കണ്ട് ക്ലാസ്സിൽ വന്ന് ക്ലാസ്സിൽ കയറുന്ന പഠിക്കണേ. ഞങ്ങൾക്ക് സീരിയസ് ടെസ്റ്റ് ആയിരുന്നു, അപ്പം ഞാൻ അതിനുവേണ്ടി പഠിക്കണേ. ഞങ്ങൾക്ക് ഇന്ന് EVS ആയിരുന്നു. അപ്പം എനിക്ക് എല്ലാത്തിനും കൂടെ ഒറ്റ നോട്ടേ ഉള്ളൂ, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. എല്ലാ വിഷയം ഒരു നോട്ടിലാണ് എഴുതുന്നത്. ഫസ്റ്റ് സെമ്മിലൊക്കെ വന്നിട്ട് പഠിക്കുമായിരുന്നു. അപ്പം ഞാൻ എല്ലാം പല പല ബുക്കിൽ എഴുതിയിട്ട് ഇപ്പോൾ സെക്കൻഡ് സെം ആയപ്പോൾ എല്ലാം കൂടെ ഒരു ബുക്കിലാണ് എഴുതുന്നത്. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിൽ കഴിക്കാൻ പോയി. കഴിച്ചപ്പോൾ പകുതിയായപ്പോഴാണ് ഓർത്ത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ, പിന്നെ ഓടിപ്പോയി വീഡിയോ എടുക്കണമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ പരീക്ഷയ്ക്ക് കയറാൻ പോകണമായിരുന്നു. പരീക്ഷയ്ക്ക് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ് വന്നത്. ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ബസ്സിൽ നിന്ന് കുറേ നേരം നിന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സീറ്റ് കിട്ടിയത്. പിന്നെ സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാനൊരു 4:45 ആയപ്പോൾ സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് വേറെ ബസ് കയറി വീട്ടിൽ വന്നു. അന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആൾക്കാരൊക്കെ കണ്ടിട്ട് ചുമ്മാ വെയിൽ താഴുമ്പോൾ റോഡിലൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ, അതുവരെ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് എൻ്റെ കൂടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടാവട്ടെ എൻ്റെ കൂടെ. അപ്പം നടക്കാൻ ഞാൻ എപ്പോൾ പോയാലും അവളും വരും എൻ്റെ കൂടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ബൈ.